അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഓൺലൈനേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് അസൈൻമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഏരിയയിൽ നിന്ന് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഹൈ ഈൽഡ് പോയിന്റ്സ് ആണ് അല്ലേ, അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പാണ്. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, അതായത് സൈക്യാട്രി എന്ന ടോപ്പിക്കിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി വൺ ലൈനേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് ഹൈ ഈൽഡ് പോയിന്റ്സ് ആണ് അല്ലേ, അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പാണ്. ഒത്തിരി വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല, വളരെ ഇമ്പോർട്ടന്റ് ടു ദ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആക്ച്വലി കഴിഞ്ഞ കുറെ വീഡിയോകളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞിരുന്ന കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച് അല്ലേ. ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് വേണം എന്ന് പറഞ്ഞിരുന്നു. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് സബ്ജക്ട്സും കേട്ടോ, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. നമ്മുടെ നഴ്സിംഗിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയറി ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഏരിയ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നന്നായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ആക്ച്വലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, മിനിമം ആണ് ഞാൻ പറയുന്നത്, മിനിമം ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് ഈ സീരീസ് നിങ്ങൾ മുടങ്ങാതെ കാണുക കേട്ടോ. അപ്പോ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും പഠിക്കുന്നതാണ് ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത് അല്ലെ. പോസ്റ്റ് കോർബ് എന്താണ്? പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് അല്ലെ, ഈ ഒരു കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ലൂതർ ഗള്ളിക് അല്ലെ. ലൂതർ ഗള്ളിക്കാണ് ഈ പോസ്റ്റ് കോർബ് എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. ഇതിൽ എന്തൊക്കെയാ പറ്റുക? റെപ്രസെന്റിങ്, പ്ലാനിങ് കേട്ടോ, പ്ലാനിങ് വരുന്നുണ്ട്, പിന്നെ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് വേണമെങ്കിൽ ചോദിക്കാമേ. അതായത് പോസ്റ്റ് കോർബിൽ ഇല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ സ്റ്റാഫിങ്ങിന് പകരം വേറെ എന്തെങ്കിലും എസ് വെച്ച് തുടങ്ങുന്നതിന്റെ വേറെ എന്തെങ്കിലും ഒരു ടേം തന്നിട്ട് ഇതിൽ ഇല്ലാത്തത് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ് ആണ് എപ്പോഴും തെറ്റിപ്പോകുന്നത്. കൺട്രോളിംഗ് അല്ല, കോർഡിനേറ്റിംഗ് ആണ് കേട്ടോ. കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, ഇത്രയാണ് പോസ്റ്റ് കോർബിൽ വരിക. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തവരാണ് ലൂതർ ഗള്ളിക്. ഈ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ലീഡർഷിപ്പിൽ നിന്നുള്ള പോയിന്റ് ആണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് മോട്ടിവേറ്റ്സ് സ്റ്റാഫ് ത്രൂ ഷെയർഡ് വിഷൻ ആൻഡ് റോൾ മോഡലിംഗ്. എന്താണ് ഈ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുക? പേരിൽ തന്നെ ഉണ്ടല്ലേ, അതായത് നമ്മൾ ബാക്കിയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ നമ്മുടെ അനുയായികളെ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റിയെടുക്കുക, ചേഞ്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക. ഇതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം? നമ്മൾ ഏത് ഓർഗനൈസേഷനിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഓർഗനൈസേഷന്റെ ഗോൾസ്, ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവരെന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക. ഇതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുക. അതിൻ്റെ ഇടയിൽ എന്താ ചെയ്യുക? മോട്ടിവേറ്റ് സ്റ്റാഫ് ത്രൂ ഷെയർഡ് വിഷൻ ആൻഡ് റോൾ മോഡലിംഗ് അല്ലെ. അവർക്ക് നമ്മുടെ വിഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. കൂടാതെ അവർക്ക് ഫോളോ ചെയ്യാനുള്ള കൃത്യമായ റോള് കൂടെ അല്ലെങ്കിൽ റോൾ മോഡലിനെ കൂടെ നമ്മൾ സെറ്റ് ചെയ്യുക. ഇതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൽ വരിക. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് അസൈൻമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഏരിയയിൽ നിന്ന് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. പ്രൈമറി നഴ്സിംഗ് കെയർ അല്ലെ. പ്രൈമറി നഴ്സിംഗ് കെയർ മോഡൽ എന്താ പറയുക? ഇൻവോൾവ്സ് വൺ nurse ഓവർസീയിങ് എ പേഷ്യൻസ് കെയർ ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് അല്ലെ. അതായത് ഈ പ്രൈമറി നഴ്സിംഗ് കെയറിൽ എന്താ സംഭവിക്കുക? ഒറ്റ നഴ്സിനെ ഒരു പേഷ്യന്റ് അസൈൻ ചെയ്യും. ആ പേഷ്യന്റിന്റെ ഫുൾ കെയർ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്നത് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള ഫുൾ കെയർ പ്ലാൻ ചെയ്യുന്നതും കൂടാതെ അത് ഓവർസീ ചെയ്യുന്നത് എന്താണ്? ആ ഒരു നഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് വരും അല്ലെ. ആക്ച്വലി ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വേറെ ആൾക്കാർ നോക്കുമെങ്കിലും ഒറ്റ ആളായിരിക്കും കംപ്ലീറ്റ്ലി പേഷ്യന്റ് അസൈൻ ആയി വരിക കേട്ടോ. ഇതാണ് പ്രൈമറി നഴ്സിംഗ് കെയർ എന്ന് പറയുക. നെക്സ്റ്റ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി അല്ലെ. ഈ മാനേജ്മെന്റ് തിയറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു മാനേജ്മെന്റ് തിയറി നമ്മുടെ എക്സാമിന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് തിയറീസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പാണ്. അത് വളരെ ഈസി ആയിട്ട് ടു ദ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വലിയ ആയാസവും വരുന്നില്ല കേട്ടോ. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആരാ ഡെവലപ്പ് ചെയ്തത്? ഫ്രെഡറിക് ടെയ്ലർ ആണ് കേട്ടോ. ഫ്രെഡറിക് ടെയ്ലർ ആണ്
ഫ്രെഡറിക് ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്തത്. അതുകൂടാതെ തന്നെ വേറൊരു തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ കേട്ടോ. തിയറി എക്സ് തിയറി വൈ ഇത് ആരാ പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്? മെക്ഗ്രിഗോർ കേട്ടോ. മെക്ഗ്രിഗോർ ആണ് തിയറി എക്സ് തിയറി വൈ സജസ്റ്റ് ചെയ്തത്. ഇതിൽ ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതായത് തിയറി എക്സ് വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്, അപ്പം പല രീതിയിൽ മാറ്റിമറിച്ചൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. തിയറി എക്സ് എന്താ പറയുക? സ്റ്റേറ്റ്സ് എംപ്ലോയീസ് ആർ ലേസി ആൻഡ് നീഡ് ടു ബി ക്ലോസ്ലി സൂപ്പർവൈസ്ഡ്. അതായത് തിയറി എക്സ് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ എംപ്ലോയീസ് ഉണ്ട്, അവരെന്താണ് ലേസി ആണെന്നാണ് പറയുന്നത്. അപ്പം അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഓർത്തിരിക്കാം? തിയറി എക്സ് അനുസരിച്ച് എക്സ് വൈ ഇസഡ് എന്നാണല്ലോ നമ്മൾ പഠിക്കുക. ലാസ്റ്റിലേക്ക് വരുന്ന ആൽഫബറ്റ്സ് എക്സ് വൈ ഇസഡ് അല്ലേ, എല്ലാ ഇതിനകത്തും ഉണ്ട് കേട്ടോ. എക്സ് ആൻഡ് വൈ ഇസഡ് കേട്ടോ. അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി, ആ ഒരു സീക്വൻസിൽ അങ്ങ് ഓർത്തിരുന്നാൽ മതി. തിയറി എക്സ് എന്താ പറയുക? എംപ്ലോയീസ് ആർ ലേസി കേട്ടോ ആൻഡ് നീഡ് ടു ബി ക്ലോസ്ലി സൂപ്പർവൈസ്ഡ്. നെക്സ്റ്റ് തിയറി വൈ എന്താ പറയുക? എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ആൻഡ് ആർ റെസ്പോൺസിബിൾ കേട്ടോ. നമ്മുടെ എംപ്ലോയീസ് എന്താണ്? അവർക്ക് നല്ല മോട്ടിവേഷൻ ഉള്ളതാണ്, അവർ നല്ല ഉത്തരവാദിത്തമുള്ള എംപ്ലോയീസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് തിയറി വൈ പറയുക. അപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഈ രണ്ട് ടൈപ്പിലും ഉള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. നെക്സ്റ്റ് വീണ്ടും നമ്മൾ അടുത്ത തിയറിയാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ടു ഫാക്ടർ തിയറി കേട്ടോ. ടു ഫാക്ടർ തിയറി ഇത് ആരാ പ്രപ്പോസ് ചെയ്തത്? ഈ ടു ഫാക്ടർ തിയറി പ്രപ്പോസ് ചെയ്ത് രണ്ട് പേരുള്ള ആളാണ്. ആരാണ്? ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് കേട്ടോ. ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് ആണ് ടു ഫാക്ടർ തിയറി പ്രപ്പോസ് ചെയ്തത്. ടു ഫാക്ടറിന്റെ എഫും ഫ്രെഡറിക്കിന്റെ എഫും അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ടു ഫാക്ടർ തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ്? ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് ആണ്. ഇത് എന്താ പറയുക ഈ ടു ഫാക്ടർ തിയറി? Two factor theory suggests that job satisfaction and dissatisfaction are influenced by two factors. അതായത് ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ആ ജോലിയിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഇഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഒന്നുകിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും ജോബിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫുള്ളി ഡിസ്സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ പുള്ളി പറയുന്നത് ഇപ്പം ഒരാൾ ജോലി ചെയ്യുമ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിക്കോട്ടെ, ജോബ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിക്കോട്ടെ, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് രണ്ട് ഫാക്ടേഴ്സ്? ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും രണ്ടാമത്തേത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും കേട്ടോ. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും രണ്ടാമത്തേത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും. എന്താണ് ഹൈജീൻ ഫാക്ടേഴ്സ്? സാലറി, നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ എന്താ വരിക? റെക്കഗ്നീഷൻ, അതായത് അംഗീകാരം, കൂടാതെ നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, ഇതാണ് നമ്മുടെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ വരിക. അപ്പം ടു ഫാക്ടർ തിയറി എന്താ പറയുക? ജോബ് സാറ്റിസ്ഫാക്ഷനും ഡിസ്സാറ്റിസ്ഫാക്ഷനുമാണ് ഈ രണ്ട് നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷനെയും ഡിസ്സാറ്റിസ്ഫാക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഒന്ന് ഹൈജീൻ ഫാക്ടർ, രണ്ട് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും. ഹൈജീൻ ഫാക്ടേഴ്സിലാണ് സാലറിയും വർക്കിംഗ് കണ്ടീഷനും വരിക. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിലാണ് വരിക റെക്കഗ്നീഷനും കൂടാതെ ജോബ് സാറ്റിസ്ഫാക്ഷനും. ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഏരിയ ഡെലിഗേഷൻ ആണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അറിയാല്ലേ, ഇപ്പൊ നമ്മുടെ വാർഡിൽ ഒരു ഹെഡ് നഴ്സ് ഉണ്ടാവും. ഹെഡ് നഴ്സിന്റെ അണ്ടറിൽ കുറെ ചാർജ് നഴ്സുമാരുണ്ടാവും. ആ ചാർജ് നഴ്സിന്റെ അണ്ടറിൽ സ്റ്റാഫ് നഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ സ്റ്റാഫ് നഴ്സുമാരായിരിക്കും ജോലി ചെയ്യുക. പക്ഷെ എന്താണ്, ഇവർക്ക് ഫുൾ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. അവർക്ക് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ആരായിരിക്കും? ചാർജ് നേഴ്സ് അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ആക്ച്വലി ഇതാണ് ഡെലിഗേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ജോലി അല്ലെങ്കിൽ ജോലിയോടൊപ്പം അതിന്റെ ഉത്തരവാദിത്വവും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുക. ഡെലിഗേഷൻ ഇൻവോൾവ്സ് അസൈനിങ് സ്പെസിഫിക് ടാസ്ക് ഓർ റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ജോലി, ടു അനദർ ക്വാളിഫൈഡ് പേഴ്സൺ കേട്ടോ. അതായത് ആ ജോലി ചെയ്യാൻ ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കായിരിക്കണം നമ്മൾ ജോലി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. വൈൽ റീറ്റെയിനിങ് ദ അക്കൗണ്ടബിലിറ്റി കേട്ടോ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാള് ജോലി ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന ജോലിക്ക് ഉത്തരവാദിയായിരിക്കണം ഇത് ഡെലിഗേറ്റ് ചെയ്യുന്ന ആള് കേട്ടോ. അപ്പം അതാണ് ഡെലിഗേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവോൾവ്സ് അസൈനിങ് സ്പെസിഫിക് ടാസ്ക് ഓർ റെസ്പോൺസിബിലിറ്റീസ് ടു അനദർ ക്വാളിഫൈഡ് പേഴ്സൺ വൈൽ റീറ്റെയിനിങ് ദ അക്കൗണ്ടബിലിറ്റി കേട്ടോ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൻസറബിൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആരാണോ ഡെലിഗേറ്റ് ചെയ്തത് അയാളായിരിക്കണം അതിന് ആൻസർ പറയേണ്ടത് കേട്ടോ. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ആൾക്കാരെ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ ഇത്. 5 റൈറ്റ്സ് ഓഫ് ഡെലിഗേഷൻ വിച്ച് among the following are not included
ആസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ 5 റൈറ്റ്സ് ഓഫ് ഡെലിഗേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. അപ്പം 5 റൈറ്റ്സിൽ വരുന്നത് ഒന്ന് റൈറ്റ് ടാസ്ക്, അതായത് ശരിയായ ജോലി. രണ്ടാമത്തേത് റൈറ്റ് സർക്കംസ്റ്റാൻസ്, അതായത് ശരിയായ ചുറ്റുപാടിലായിരിക്കണം നമ്മൾ ഡെലിഗേഷൻ നടത്തേണ്ടത്. റൈറ്റ് പേഴ്സൺ, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള, അതായത് കൃത്യം ആ ജോലി ചെയ്യാൻ കഴിവുള്ള ആളിൽ തന്നെ ആയിരിക്കണം നമ്മൾ ജോലി ഡെലിഗേറ്റ് ചെയ്യാനുള്ളത്. റൈറ്റ് ഡയറക്ഷൻ, അതായത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നമ്മൾ അയാൾക്ക് കൊടുത്തിരിക്കണം. കൂടാതെ റൈറ്റ് സൂപ്പർവിഷൻ, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ഡെലിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുന്ന ആളിനെ നമ്മൾ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 5 റൈറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. എന്തൊക്കെയാണ്? റൈറ്റ് ടാസ്ക്, റൈറ്റ് സർക്കംസ്റ്റാൻസ്, റൈറ്റ് പേഴ്സൺ, റൈറ്റ് ഡയറക്ഷൻ ആൻഡ് റൈറ്റ് സൂപ്പർവിഷൻ കേട്ടോ. ഇനി ആക്ച്വലി ഇത് കുറച്ചേറെ പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ ഈ ഫുൾ പോയിന്റ്സ് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഈ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഇനി ഇതുപോലുള്ള സീരീസ് നമ്മൾ തുടർന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.